ഇമ്മ്യൂണോളജിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്നതാണ്. ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും ഏതെങ്കിലും ഒരു അവയവമോ ശരീരഭാഗമോ വേറൊരു ജീവിയിലേക്ക് അല്ലെങ്കിൽ ഒരേ സ്പീഷീസിലുള്ള മറ്റൊരു ജീവിയിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന പ്രക്രിയയെ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് പറയുന്നത്. ട്രാൻസ്പ്ലാന്റേഷനിൽ പങ്കെടുക്കുന്ന അവയവത്തെയോ അവയവഭാഗത്തെയാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന അവയവം അല്ലെങ്കിൽ അവയവഭാഗം റിജക്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പുറന്തള്ളുന്ന പ്രക്രിയയെ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നു. When the graft tissue die, the graft is said to be rejected and the process is called graft rejection. ഒരു വ്യക്തിയിലേക്ക് വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഗ്രാഫ്റ്റ് അഥവാ അവയവം മരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഡൈ ചെയ്യുന്ന കണ്ടീഷനെയാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നത്. When the transplantation is done made by genetically distinct individuals, the graft tissue die and decays. ജനിതകപരമായി സാമ്യമില്ലാത്ത ജീവജാലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സ്പീഷീസുകൾക്കിടയിലാണ് ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്രാഫ്റ്റ് ഡീകേ സംഭവിക്കുകയും റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. The graft is rejected because the antigen of the graft and the host are different and an immune response is elicited leading to the death of the graft tissue. വെച്ച് പിടിപ്പിക്കുന്ന അവയവത്തിൻ്റെ MHC മോളിക്യൂൾ അല്ലെങ്കിൽ അവയവത്തെ ശരീരം ആൻറ്റിജനായിട്ട് കണക്കാക്കുകയും ആൻറ്റിജനെതിരെ ശരീരം ഒരു റെസ്പോൺസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുകയും അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനുകൾ നടന്ന് അവയവത്തെ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയ്ക്കാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നത്. ദ ഇംപ്ലാന്റഡ് ടിഷ്യൂ ആൻറ്റിജൻ induce an immune response in the recipient, it give rise to graft reaction. ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കപ്പെടുന്ന അവയവം വ്യക്തിയുടെ അതായത് ഹോസ്റ്റിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന റെസ്പോൺസിനെ അല്ലെങ്കിൽ റിയാക്ഷനെ ഗ്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. ഇനി ഇഫ് ദ ടിഷ്യൂ ആൻറ്റിജൻ ഓഫ് ദ ഹോസ്റ്റ് ഇൻഡ്യൂസ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇറ്റ് ഗീവ് റൈസ് ടു ഹോസ്റ്റ് റിയാക്ഷൻ. ഇനി ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന അവയവത്തിന് എതിരെ ഹോസ്റ്റിൻ്റെ ശരീരം അല്ലെങ്കിൽ ഹോസ്റ്റ് ആ ശരീരഭാഗത്ത് അല്ലെങ്കിൽ ടിഷ്യൂവിനെ അല്ലെങ്കിൽ അവയവത്തിന് എതിരെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് പുറന്തള്ളാനായിട്ട് കാണിക്കുന്ന റെസ്പോൺസിനെ ഹോസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. ദിസ് ഒക്കർ വെൻ ദ ഇംപ്ലാന്റഡ് ടിഷ്യൂ ഈസ് എ ബോൺ മാരോ കണ്ടെയ്നിങ് ലിംഫോസൈറ്റ്. സാധാരണയായിട്ട് ഹോസ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന അവയവത്തിൽ പ്രധാനമായിട്ടും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ സംഭവിക്കുമ്പോൾ നടത്തുമ്പോൾ ബോൺ മാരോയോടൊപ്പം വരുന്ന ലിംഫോസൈറ്റുകൾ ഹോസ്റ്റിൻ്റെ ശരീരത്തിൽ ആ ലിംഫോസൈറ്റുകൾക്ക് എതിരെ പ്രവർത്തിക്കാനായിട്ട് ലിംഫോസൈറ്റുകൾ തയ്യാറെടുക്കുകയും അല്ലെങ്കിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ ഹോസ്റ്റ് ടിഷ്യൂവിനെതിരെ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിനെതിരെ റിയാക്ഷൻ നടത്തുകയും ചെയ്യുന്നു. ഇതിനെ ഹോസ്റ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. മെക്കാനിസം ഓഫ് ഗ്രാഫ്റ്റ് റിജക്ഷൻ. എങ്ങനെയാണ് ഗ്രാഫ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് ആൻ അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്നുള്ളത് ഒരു അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നതാണ്. അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നത് ശരീരത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഒരു പുറത്തു നിന്നൊരു വസ്തു അല്ലെങ്കിൽ ആൻറ്റിജൻ കടന്നാൽ ആ ആൻറ്റിജനെ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ ശരീരമെടുക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം കാണിക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുക. ഇവിടെ അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ ശരീരത്തിനകത്തേക്ക് ഒരു ആൻറ്റിജൻ കടന്നു വന്നാൽ മാത്രമേ അതിനെതിരെ ശരീരം പ്രതിപ്രവർത്തിക്കുകയുള്ളൂ. ഇവിടെ ശരീരത്തിനകത്തേക്ക് കടന്നു വരുന്ന ആൻറ്റിജൻ എന്ന് പറയുന്നത് ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു ഓർഗനോ ആയിരിക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് പ്രിൻസിപ്പലി ബൈ എ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു അലോ ആൻറ്റിജൻസ്. ഇവിടെ സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് നടക്കുന്നത്. അത് അലോ ആൻറ്റിജൻ എതിരെയായിരിക്കും. അലോ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഷീസുകളുടെ ശരീരത്തിൽ ഒരേ തരത്തിലുള്ള അവയവങ്ങളും ഒരേ തരത്തിലുള്ള സെല്ലുലാർ സ്ട്രക്ചറുകളുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അത്തരം സെല്ലുകളെ അല്ലെങ്കിൽ അത്തരം ശരീരഭാഗങ്ങളെ
ഒരു ശരീരഭാഗം വേറൊരു ശരീരഭാഗത്തിലേക്ക് കടത്തി വെക്കുമ്പോൾ ഒരേ സ്പീഷീസിൻ്റെ ശരീരഭാഗങ്ങളെ വേറൊരു ശരീരം അല്ലെങ്കിൽ ഡോണർ റെസിപ്പിയൻറ്റിൻ്റെ ശരീരഭാഗങ്ങളെ ആൻറ്റിജനായിട്ട് കണക്കാക്കുന്നു. അത്തരം റെസിപ്പിയൻറ്റിൻ്റെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂസിനെ അല്ലെങ്കിൽ സെൽസിനെയാണ് അല്ലോ ആൻറ്റിജൻ എന്ന് പറയുക. ഈ അല്ലോ ആൻറ്റിജനെതിരെ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിക്ക് അല്ലോ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ അല്ലോ ആൻറ്റിജൻ, അല്ലോ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് ഓർത്തിരിക്കുക. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇത്തരം ആൻറ്റിജനുകളെ ഐസോ ആൻറ്റിജൻസ് എന്നുകൂടി അറിയപ്പെടുന്നു. ഐസോ അല്ലെങ്കിൽ അല്ലോ ആൻറ്റിജൻ എന്താണെന്ന് ഓർത്തിരിക്കുക. ഇമ്മ്യൂൺ റെസ്പോൺസ് ടു നോൺ സെൽഫ് ആൻറ്റിജൻ ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് വിച്ച് ആർ കോൾഡ് അല്ലോ ആൻറ്റിജൻ. നോൺ സെൽഫ് ആയിട്ടുള്ള, അതായത് സെൽഫ് ആൻറ്റിജൻ ഉണ്ട്, നോൺ സെൽഫ് ആൻറ്റിജൻ, ഒരേ സ്പീഷീസിൻ്റെ തന്നെ നോൺ സെൽഫ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഒരു ശരീരഭാഗത്തെ കോശങ്ങളെ ആണ് അല്ലെങ്കിൽ അവയവങ്ങളെയാണ് ആൻറ്റിജനായിട്ട് കണക്കാക്കുന്നതെങ്കിൽ അത്തരം ആൻറ്റിജനെയാണ് അല്ലോ ആൻറ്റിജൻ എന്ന് പറയുന്നത്. ദ സെൽ മീഡിയേറ്റഡ് ഗ്രാഫ്റ്റ് റിജക്ഷൻ ഒക്കർ ഇൻ 2 സ്റ്റേജസ്. കോശങ്ങളുടെ സാന്നിധ്യത്തിൽ, അതായത് ലിംഫോസൈറ്റുകളുടെ പ്രസൻസിൽ നടക്കുന്ന ഗ്രാഫ്റ്റ് റിജക്ഷനെ പ്രധാനമായിട്ടും 2 സ്റ്റേജസ് അല്ലെങ്കിൽ 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജിനെ സെൻസിറ്റൈസേഷൻ സ്റ്റേജ് എന്നാണ് അല്ലെങ്കിൽ ഫേസ് എന്നാണ് പറയുക. ഡ്യൂറിംഗ് ദിസ് ഫേസ് ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഡോണർ ഗ്രാഫ്റ്റ് മൈഗ്രേറ്റ് ഇൻ ടു ദ ലോക്കൽ ലിംഫ് നോഡ്സ്. നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കപ്പെടുന്ന അവയവത്തിൽ നിന്നും സ്വാഭാവികമായിട്ടും ഉള്ള അതല്ലെങ്കിൽ ആ അവയവത്തിലുള്ള ലിംഫോസൈറ്റുകൾ അവയവം വെച്ച് പിടിപ്പിക്കുമ്പോൾ രക്തത്തിലൂടെയോ ലിംഫിലൂടെയോ നമ്മുടെ ശരീരത്തിലെ ലിംഫ് നോഡുകളിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ ഈ അവയവത്തിൽ നിന്നും വരുന്ന ഈ ലിംഫോസൈറ്റുകളെ സ്വാഭാവികമായിട്ടും ലിംഫ് നോഡുകളിലുള്ള ലിംഫോസൈറ്റുകൾ അല്ലെങ്കിൽ ലിംഫോസൈറ്റുകൾ പുറത്തുനിന്ന് വരുന്ന ഈ ലിംഫോസൈറ്റിനെ ആൻറ്റിജനായിട്ട് കണക്കാക്കുകയും അതിനെ നശിപ്പിക്കാനായിട്ട് ടി ലിംഫോസൈറ്റുകളാണ് അവിടെ ഉള്ളത്. ലിംഫോസൈറ്റുകൾ ടി ഹെൽപ്പർ സെല്ലും ടി കില്ലർ സെല്ലും ടി ഇഫക്ടർ സെല്ലുകളുമായിട്ട് മാറുകയും ഈ ടി ഇഫക്ടർ സെല്ലുകൾ നേരെ ഈ ഡോണർ, അതായത് നമുക്ക് ഡൊണേറ്റ് ചെയ്ത അവയവത്തിലേക്ക് എത്തിച്ചേരുകയും ആ അവയവത്തിനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ സെൽസിനെ ആൻറ്റിജനായിട്ട് കണക്കാക്കി അതിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇതിനെയാണ് സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുക. These are recognized as foreign by the recipient T helper cells, stimulating the T helper cell proliferation. ഇങ്ങനെ അവയവത്തിൽ നിന്നും പുറത്തു വരുന്ന ലിംഫോസൈറ്റുകൾ ലിംഫിനോഡിൽ എത്തുന്നു. ഇതിൽ ലിംഫിനോഡിൽ ഓൾറെഡി അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ലിംഫാറ്റിക് സെൽസ് അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റുകൾ ഇതിനെ ആൻറ്റിജനായിട്ട് കണക്കാക്കുന്നു. ഈ ആൻറ്റിജനെ അത് നശിപ്പിക്കുന്നു. ഈ ആൻറ്റിജൻ എവിടെയാണെന്ന് എന്ന് മനസ്സിലാക്കി അവിടെ ടി ഹെൽപ്പർ സെല്ലിൻ്റെ പ്രോളിഫറേഷൻ ഉണ്ടാകുന്നു. ടി ഹെൽപ്പർ സെല്ലും ടി കില്ലർ സെല്ലും ടി ഇഫക്ടർ സെല്ലും ഉണ്ടാകുന്നു. ഇത് അതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി ഗ്രാഫ്റ്റിലേക്ക് എത്തി ഗ്രാഫ്റ്റിനെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തിനെയാണ് സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇഫക്ടർ സ്റ്റേജ് അല്ലെങ്കിൽ ഇഫക്ടർ ഫേസ് എന്നതാണ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ദ ഇഫക്ടർ സെൽ ഈസ് ജനറേറ്റഡ് which migrate to the graft and cause the destruction of the graft. അപ്പം ഇവിടെ സെൻസിറ്റൈസേഷൻ ഫേസിൽ ഗ്രാഫ്റ്റിൽ നിന്നും ലിംഫോസൈറ്റുകൾ ലിംഫിനോഡിൽ എത്തുന്നു. ഈ ലിംഫിനോഡിൽ എത്തുന്ന ലിംഫോസൈറ്റുകൾക്ക് എതിരെ അവിടെയുള്ള ലിംഫോസൈറ്റിൻ്റെ പ്രോളിഫറേഷൻ ടി ഹെൽപ്പർ സെല്ലും ടി ഇഫക്ടർ സെല്ലും രൂപപ്പെടുന്നു. ഇത് ആ രൂപപ്പെടുന്ന ഇഫക്ടർ സെല്ലുകൾ തിരിച്ച് ഗ്രാഫ്റ്റിലേക്ക് എത്തി ആ ഗ്രാഫ്റ്റിനെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തിനെയാണ് ഇഫക്ടർ ഫേസ് എന്ന് പറയുന്നത്. അപ്പം സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുക, എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, നശിപ്പിക്കുക. അങ്ങനെ ഈ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഗ്രാഫ്റ്റിനെ പുറന്തള്ളുന്നത്. There are 3 types of graft rejection. 3 തരത്തിലാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ നടക്കുക. ഒന്ന് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ. ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു അവയവം വെച്ച് പിടിപ്പിച്ചാൽ വിത്തിൻ മിനിറ്റ്സ്, അതായത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്ന പുറന്തള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. ഒക്കർ വിത്തിൻ മിനിറ്റ്സ് ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്ലംപിംഗ് ഓഫ് RBC ആൻഡ് മൈക്രോത്രോംബിൻ ഇൻ ദ ഗ്ലോമറുലസ്. പ്രധാനമായിട്ടും രക്തക്കുഴലും ഗ്ലോമറുലസിൽ RBCയും ക്ലംപ് ചെയ്യുകയും മൈക്രോത്രോംബിൻ പ്രോട്ടീൻ, അതൊരു പ്രോട്ടീനാണ്, ഈ പ്രോട്ടീൻ്റെ ക്ലംപിങ് അല്ലെങ്കിൽ
രക്തം കട്ട പിടിച്ച് രക്തക്കുഴലുകൾ, പ്രധാനമായിട്ടും ഗ്ലോമറുലർ ഫിൽട്രേറ്റ് പോലെയുള്ള കിഡ്നിയുടെ അതിസൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകൾ കട്ട പിടിച്ച് രക്ത ഓട്ടം തടസ്സപ്പെടുന്ന പ്രക്രിയയിലേക്ക് എത്തിപ്പെടുന്നു. ഒക്കർ ഇൻ പേഷ്യൻസ് വിത്ത് പ്രീ എക്സിസ്റ്റിംഗ് ആൻറ്റിബോഡീസ്, ദ ട്രാൻസ്പ്ലാന്റ് മസ്റ്റ് ബി ഇമ്മീഡിയറ്റ്ലി റിമൂവ്ഡ് ടു പ്രിവെന്റ് സിവിയർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അപ്പം ഇത് ഈ രണ്ടാമത്തെ ചിത്രത്തിൽ ഇങ്ങനെ ക്ലോട്ടിംഗ് നടന്ന ഒരു ടിഷ്യൂവിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ മൈക്രോടോമിലെടുത്ത തിന്നായിട്ടുള്ള സെക്ഷൻ്റെ പിക്ചറൈസേഷനാണ് കാണുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ബ്ലഡിൻ്റെ ക്ലോട്ടിംഗ് ഉള്ള ഭാഗങ്ങൾ ഇവിടെ നല്ല റെഡ് മാർക്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു അവയവം കോമ്പാക്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ഒരു മെക്കാനിസമാണ് RBCയുടെ ക്ലംപിംഗ് ഉണ്ടാവുകയും മൈക്രോത്രോംബിൻ പോലെയുള്ള പ്രോട്ടീൻ മോളിക്യൂൾ രക്തക്കൊഴലുകൾ രൂപപ്പെടുകയും കിഡ്നി പോലെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും പെട്ടെന്ന് തന്നെ ഈ അവയവം റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നീക്കം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വ്യക്തി മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയും ക്രിയേറ്റ് ചെയ്യും. ശരീരം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അക്യൂട്ട് റിജക്ഷൻ. ആദ്യത്തേത് നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്നുണ്ടെങ്കിൽ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വെച്ചുപിടിപ്പിക്കപ്പെട്ട അവയവത്തെ പുറന്തള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അക്യൂട്ട് റിജക്ഷൻ എന്നത്. ടേക്സ് ഡേയ്സ് ഓർ വീക്സ് എന്നാണ് പറയുന്നത്. ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തതിന് ശേഷമാണ് ഗ്രാഫ്റ്റ് റിജക്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. അക്യൂട്ട് റിജക്ഷൻ ബിഗിൻസ് one week after transplantation. It is caused by mismatched antigens that are present on all cells. പ്രധാനമായിട്ടും മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ആൻറ്റിജൻസ്, അതായത് MHSC മോളിക്യൂൾ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫ്റ്റാണ് വെച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ അത്തരം ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്ന റിജക്ഷനെയാണ് അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുക. The activated T cells cause direct lysis of graft cells or active inflammatory cells which in turn damage the graft. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കപ്പെടുന്ന അവയവത്തിന് എതിരെ ആക്ടിവേറ്റ് ചെയ്യാൻ T സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അത് ഗ്രാഫ്റ്റ് സെൽസിൻ്റെ ലൈസിസ്, അഴുക്കൽ പ്രക്രിയ അല്ലെങ്കിൽ സെൽ കോശഭാഗങ്ങൾ അഴുകി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അഴുകിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്രോണിക് റിജക്ഷൻ. മൂന്നാമത്തതാണ് ക്രോണിക് ആയിട്ടുള്ള റിജക്ഷൻ. ഇറ്റ് ഈസ് എ ലോങ് ടേം റിജക്ഷൻ ടേക്കിംഗ് ഇയേഴ്സ് ടുഗദർ. 3-4 വർഷം, പ്രധാനമായിട്ടും 4 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ വെച്ച് പിടിക്കപ്പെടുന്ന ഒരു അവയവം റിജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയ ഉണ്ടാകുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രോണിക് റിജക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ലങ്സിൻ്റെ റിജക്ഷൻ അത്തരത്തിൽ സംഭവിക്കുന്ന ഒരു ഗ്രാഫ്റ്റ് റിജക്ഷനാണ്. ദ ഗ്രാഫ്റ്റ് ഈസ് റിജക്റ്റഡ് ഡ്യൂ ടു ഫൈബ്രോസിസ് ഓഫ് ബ്ലഡ് വെസൽസ് സപ്ലൈയിങ് ദ ഗ്രാഫ്റ്റ്. അപ്പോൾ ലങ്സ് നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഈ ലങ്സിൻ്റെ ആൽവിയോളയിൽ 3-4 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഫൈബ്രോസിസ്, അതായത് ചെറിയ രക്തക്കുഴലുകൾ ഫൈബറുകൾ കൊണ്ട്, അതായത് നാരുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ പ്രോട്ടീൻ മോളിക്യൂൾ കൊണ്ട് അല്ലെങ്കിൽ ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെടുകയും ആൽവിയോളയിലേക്ക് രക്ത ഓട്ടം നിലയ്ക്കുകയും ലങ്സിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരികയും ശ്വാസം മുട്ടൽ പോലെയുള്ള പ്രയാസങ്ങളുണ്ടായി ഗ്രാഫ്റ്റ് പതുക്കെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ക്രോണിക് റിജക്ഷൻ എന്നത്. ഇനി ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഗ്രാഫ്റ്റ് എങ്ങനെയാണ് ഹോസ്റ്റിൽ റിയാക്ഷൻ നടത്തുന്നത്? ഇൻ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഇമ്മ്യൂൺ റിയാക്ഷൻ, ദ ഗ്രാഫ്റ്റ് പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ഹോസ്റ്റ്. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷനിൽ ഗ്രാഫ്റ്റ് ആണ് ഹോസ്റ്റിനെ കൊണ്ട് റിയാക്ഷൻ നടത്തിക്കുന്നത്. അതായത് ഗ്രാഫ്റ്റ് ഒരു റെസ്പോൺസ് ഹോസ്റ്റിന് എതിരെ ഉണ്ടാക്കുകയും ഹോസ്റ്റിൻ്റെ കോശങ്ങൾ, അതായത് റെസിപ്പിയൻസിൻ്റെ കോശങ്ങൾ നശിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷനെയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്.
എക്സാമ്പിൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഇങ്ങനെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ കാണിക്കുന്ന ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പ്രക്രിയയാണ്. ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ഡാമേജ് ടു ദ ഹോസ്റ്റ് ആൻഡ് ഹോസ്റ്റ് സെൽസ്. ഗ്രാഫ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന ബോൺമാരോ വ്യക്തിയുടെ അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന കണ്ടീഷനെയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് റിയാക്ഷൻ ദ ഗ്രാഫ്റ്റ് ലിംഫോസൈറ്റ് അഗ്രിഗേറ്റ് ഇൻ ദ ഹോസ്റ്റ് ലിംഫോയിഡ് ഓർഗൻസ്. ഇവിടെ ബോൺമാരയിൽ ആണ് വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ബോൺമാരയിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ ബോൺമാരയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങൾ ഹോസ്റ്റിൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കോശങ്ങളാണ്. ഓൾറെഡി റെസിപ്പിയന്റ് അല്ലെങ്കിൽ ഈ ഹോസ്റ്റിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കോശങ്ങൾക്ക് ഉപരിയായി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആയിട്ടായിരിക്കും ഗ്രാഫ്റ്റിൽ നിന്നും കൂടുതലായിട്ട് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക. അതായത് ബോൺമാരോ പുതുതായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ബോൺമാരയിൽ നിന്നും പുതുതായിട്ടുണ്ടാകുന്ന കോശങ്ങൾ നേരത്തെ വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങളായിരിക്കും. അത് കൂടിക്കൂടി വരുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഡ്യൂറിങ് റിയാക്ഷൻ ദ ഗ്രാഫ്റ്റ് ലിംഫോസൈറ്റ് അഗ്രിഗേറ്റ് ഇൻ ദ ഹോസ്റ്റ് ലിംഫോയിഡ് ഓർഗൻസ്. They are stimulated by the lymphocytes of the host. The stimulated lymphocytes graft produce lymphokines. അപ്പോൾ ഇത്തരം ഗ്രാഫ്റ്റിൽ നിന്നും രൂപപ്പെടുന്ന ലിംഫോസൈറ്റുകൾ ഹോസ്റ്റിൻ്റെ ലിംഫോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ഹോസ്റ്റിൻ്റെ ലിംഫോസൈറ്റിൽ നിന്നും ലിംഫോകൈനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിംഫോകൈനുകൾ ആക്ടിവേറ്റ് ദ ഹോസ്റ്റ് ടി സെൽസ്. ഇങ്ങനെ ലിംഫോസൈറ്റ്സുകൾ ടി സെല്ലിൻ്റെ കോശങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ദ ആക്ടിവേറ്റഡ് ടി സെൽ പ്രൊഡ്യൂസ് പോളിക്ലോണൽ ബി സെൽ ആക്ടിവേഷൻ. ഇങ്ങനെ ലിംഫോകൈനിൻ്റെ പ്രസൻസിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലിംഫോകൈൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു ആൻറ്റിജൻ കടന്നാൽ ആ ആൻറ്റിജൻസിൻ്റെ പ്രസൻസ് ഒരു ആൻറ്റിജൻ കടന്നു എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസ് കാണിക്കുന്ന ഒരു പദാർത്ഥമാണ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. ശരീരത്തിലേക്ക് ഒരു ആൻറ്റിജൻ കടന്നു എന്നുള്ള സൂചന ഇമ്മ്യൂൺ സിസ്റ്റത്തെ അറിയിക്കുന്ന ഒരു പദാർത്ഥമാണ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈറ്റോകൈൻസിൻ്റെ പ്രസൻസ് പ്രധാനമായിട്ടും ടി സെല്ലുകളെ ഉത്തേജിപ്പിക്കുകയും ടി സെല്ല് തൊട്ട് അടുത്ത അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബി സെല്ലിനെ ഉത്തേജിപ്പിക്കുകയും ബി സെല്ലിൻ്റെ പ്രോളിഫറേഷൻ അല്ലെങ്കിൽ ബി മെമ്മറി സെല്ലും ബി പ്ലാസ്മ സെല്ലും ബി സെല്ലിൽ നിന്നും ആൻറ്റിബോഡികളും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ദ ആക്ടിവേറ്റഡ് ബി സെൽസ് റിയാക്ട് വിത്ത് ദ സെൽഫ് ആൻറ്റിജൻസ് ആൻഡ് കോസ് ഡാമേജ് ടു ദ ഹോസ്റ്റ് സെൽസ്. അപ്പോൾ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ബി സെല്ലുകൾ സെൽഫ് ആൻറ്റിജനെ ശരീരത്തിൻ്റെ തന്നെ കോശങ്ങളെ നശിപ്പിക്കുന്നതിന് ഇടയാക്കുകയും അങ്ങനെ ഹോസ്റ്റ് സെല്ലിൻ്റെ ഡാമേജിന് ഇടയാക്കുകയും ചെയ്യുന്നു. അപ്പം സെൽഫ് ആൻറ്റിജനെ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യാറില്ല, നശിപ്പിക്കാറില്ല. അപ്പോൾ മറ്റു പുറത്തു നിന്ന് വന്ന ഒരു ആൻറ്റിജൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് സെല്ല് തന്നെ ശരീരകോശങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ ഇടയാക്കുന്നത്. ദ സൈറ്റോടോക്സിക് ഗ്രാഫ്റ്റ് ടി സെൽസ് ഓൾസോ കിൽ ദ ലിംഫോസൈറ്റ്സ് ഓഫ് ദ ഹോസ്റ്റ്. അതുപോലെ തന്നെ ഈ ഗ്രാഫ്റ്റ് സെല്ലുകൾ ശരീരത്തിൽ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ലിംഫോസൈറ്റുകളെയും നശിപ്പിക്കുന്നു. അതിൻ്റെ സിംറ്റംസ് പ്രധാനമായിട്ടും സ്കിൻ റാഷ്, റിട്ടാർഡഡ് ഗ്രോത്ത്, ഡയേറിയ തുടങ്ങിയ സിംറ്റംസ് ആണ് ഇത്തരത്തിൽ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷനിലൂടെ നമുക്ക് അതിൻ്റെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ വെൻ ഇമ്മ്യൂണോ കോമ്പീറ്റന്റ് ഡോണർ സെൽസ് ആർ ഗ്രാഫ്റ്റഡ് ഇൻടു ആൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഹോസ്റ്റ്, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് ക്യാൻ ഓക്കർ. അപ്പോൾ ഇവിടെ ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡോണർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഹോസ്റ്റിലേക്ക്, അതായത് ഇമ്മ്യൂണോ സപ്രഷൻ ഡ്രഗുകളൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വരുന്ന ഒരു അവയവത്തെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ശരീരത്തെ ക്രമീകരിച്ചിരിക്കുന്ന കണ്ടീഷനിൽ വേരിയസ് ഹോസ്റ്റ് ഡിസീസസ് ക്യാൻ ഓക്കർ. പലതരത്തിലുള്ള ഹോസ്റ്റിന് അസുഖങ്ങളുണ്ടാകും. ദ ഗ്രാഫ്റ്റ് സെൽ സർവൈവ് ഈവൻ ദോ ദേ ആർ നോട്ട് ഹിസ്റ്റോ കോമ്പാക്റ്റബിൾ. ഇവിടെ നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കപ്പെടുന്ന അവയവം ഹിസ്റ്റോ കോമ്പാക്റ്റബിൾ അല്ലെങ്കിൽ തന്നെ
ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി മൂലം അത് ശരീരത്തിൽ നിലനിന്ന് പോകും. ബട്ട് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് അണേബിൾ ടു മൗണ്ട് ഇമ്മ്യൂൺ റിയാക്ഷൻ എഗൻസ്റ്റ് ദം. എന്നാൽ ഇങ്ങനെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന അവയവത്തിനെ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിനെ ശരീരം ആൻറ്റിജനായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് ശരീരത്തിന് കഴിയാതെ വരുന്നു. കാരണം അവിടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അമർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ അല്ലാതെ നിലനിർത്തുന്ന ഡ്രഗുകൾ ഉപയോഗിക്കുന്നു. ബട്ട് ലേറ്റർ ദ ഗ്രാഫ്റ്റ് mounts a reaction against an immune suppressed host, immune compatible of fighting back occur. അപ്പോൾ പിന്നീട് സംഭവിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ബട്ട് ലേറ്റർ ദ ഗ്രാഫ്റ്റ് മൗണ്ട്സ് എ റിയാക്ഷൻ എഗനിസ്റ്റ് ഇമ്മ്യൂൺ സപ്രസ്ഡ് ഹോസ്റ്റ്. ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിച്ച അവയവം തന്നെ ശരീരത്തിന് എതിരെ, അതായത് ശരീരം അതിനെ ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ ഡ്രഗ്സ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഡ്രഗ്സ് കൊടുത്തുകൊണ്ട് പുറത്തുനിന്നുള്ള അവയവത്തെ സ്വീകരിച്ച് ശരീരം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ അവയവം ശരീരത്തിനെതിരെ പ്രതിപ്രവർത്തിക്കാൻ തുടങ്ങും. സെവറൽ ഏജൻസ് സച്ച് എസ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ഫോർ ഇമ്മ്യൂണോസപ്രഷൻ, കോർട്ടിക്കോസ്റ്റീറോയിഡ്, സൈറ്റോടോക്സിക് ഏജൻസ്, സൈക്ലോസ്പോറിൻ എ, ടാക്ലോളിമസ്, റാപ്പാസിമിൻ, മോണോക്ലോണൽ ആൻറ്റിബോഡി തെറാപ്പി ആൻഡ് ഇമ്മ്യൂണോസപ്രസീവ് തെറാപ്പി തുടങ്ങിയവയാണ് ഇത്തരം കണ്ടീഷനിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളും. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രാഫ്റ്റ് സർവൈവൽ. ഇനി ഗ്രാഫ്റ്റ് സർവൈവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് സർവൈവലിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്രധാനമായിട്ടും ഒറ്റ സംവിധാനം മാത്രമേ ഉള്ളൂ. ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്ത് വെക്കുക. അതായത് ഹോസ്റ്റിന്റെ ശരീരത്തിൽ അതായത് ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റ് അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അമർത്തി വെക്കുക അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വെച്ച് മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റിനെ ശരീരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ എന്ത് ചെയ്ത് വെക്കുന്നു, ഡ്രഗുകൾ ഉപയോഗിച്ച് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം അതുപോലെ അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം ഇല്ലാതെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇൻ അലോജനിക് ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോസപ്രഷൻ ഈസ് നീഡഡ് ടു ദ സർവൈവൽ ഓഫ് ദ ഗ്രാഫ്റ്റ്. എപ്പോഴും അലോജനിക് ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും എപ്പോഴും നടക്കുക. അതായത് ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ സ്പീഷീസുകൾക്കിടയിലായിരിക്കും ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. റിജക്റ്റ് ചെയ്യാതിരിക്കുന്നത് എപ്പോഴും ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്വിൻസിലോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരുകൾ തമ്മിൽ വരുന്ന കോമ്പാക്റ്റബിലിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യാതുള്ളൂ. അല്ലാത്ത എല്ലാ കണ്ടീഷനിലും ഗ്രാഫ്റ്റിൻ്റെ ഹിസ്റ്റോ കോമ്പാക്റ്റബിലിറ്റി എപ്പോഴും വ്യത്യാസമായിരിക്കും. ഫോർ ദ സർവൈവൽ ഓഫ് ഇമ്മ്യൂണോസപ്രഷൻ ഡ്രഗ്സ് ആർ യൂസ്ഡ്. ദീസ് ഇമ്മ്യൂണോസപ്രഷൻ ഡ്രഗ്സ് not only suppress the immune system against the graft but also influence the suppression of all immune system. ഇവിടെ ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ്സുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്രാഫ്റ്റിനെ പുറന്തള്ളാതെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായിട്ടും മറ്റ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് പ്രവർത്തനരഹിതമായി പോവുകയും ചെയ്യുന്നു. ദിസ് വിൽ ലീഡ്സ് ടു റിസ്ക് ഓഫ് വേരിയസ് ഇൻഫെക്ഷൻസ്. ഇങ്ങനെ നമുക്ക് ഇമ്മ്യൂണോസപ്രഷൻ ഡ്രഗുകൾ കൊടുത്തുകൊണ്ട് ഗ്രാഫ്റ്റിനെ അല്ലെങ്കിൽ ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയിൽ എത്ര നാൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നു അത്രയും കാലയളവിൽ നമുക്ക് മറ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പം എത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഉള്ളത്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും.